ചെന്നൈ രാജസ്ഥാനുമാണെന്ന് നേർക്കുനേർ വന്നത്. ഇന്നത്തെ മാച്ചിൽ CSK തോറ്റിരിക്കുകയാണ്. അവസാനം രാജസ്ഥാൻ ഒരു മാച്ച് ജയിച്ചു. ഇതോടുകൂടി ഈ IPL-ലെ ഏറ്റവും മോശം ടീം CSK തന്നെ ആയിരിക്കുകയാണ്. രാജസ്ഥാൻ പോലും ചെന്നൈ ടീമിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് CSK ആയിരുന്നു. അവരിന്ന് നന്നായിട്ട് കളിച്ചു. അവസാനം 157 റൺസാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാനെ അപേക്ഷിച്ചത് വലിയ സ്കോറായിരുന്നു. എന്നാൽ രാജസ്ഥാൻ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. സെക്കൻഡ് ബാറ്റിംഗിൽ രാജസ്ഥാൻ അടിച്ചു കളിച്ചു. ജയ്സ്വാളും സൂര്യവംശിയും കൂടി മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. CSK ബൗളേഴ്സിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. സൂര്യവംശി ഇന്ന് 57 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. രാജസ്ഥാന്റെ നട്ടല് തന്നെയാണ് സൂര്യവംശി. ഇന്ന് രാജസ്ഥാന് വേണ്ടി സഞ്ജു കളിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജു ഇന്ന് 41 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 6ഉം 3 4ഉം സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. പിന്നീട് രാജസ്ഥാൻ ഇപ്പോൾ കളി ജയിച്ചിരിക്കുകയാണ്. CSK ടീമിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അവസാനം ഒരു കളിയെങ്കിലും രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. ഇതുപോലെ നേരത്തെ കളിച്ചെങ്കിൽ ഉറപ്പായിട്ട് രാജസ്ഥാനെ പ്ലേ ഓഫിൽ എത്താമായിരുന്നു. രാജസ്ഥാനെ ഭാഗ്യമില്ല. എല്ലാ മാച്ചിലും രാജസ്ഥാൻ തുടക്കം മികച്ചതായിരിക്കും. ഫിനിഷിംഗ് ആണ് രാജസ്ഥാനെ ചെയ്യാൻ സാധിക്കാത്തത്. ഒരുപാട് മാച്ച് രാജസ്ഥാൻ ഇങ്ങനെ തോറ്റിട്ടുണ്ട്. എന്നാൽ ചെന്നൈ ടീം അങ്ങനെയല്ല. ഈ IPL-ൽ മോശം കളി തന്നെയാണ് ചെന്നൈ കാഴ്ചവെച്ചിരിക്കുന്നത്. രാജസ്ഥാനെ പോലും തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. രാജസ്ഥാൻ കുറച്ച് മത്സരം മുമ്പ് നന്നായിട്ട് കളിച്ചുവെങ്കിൽ പ്ലേ ഓഫിലെത്താൻ സാധിച്ചേനെ. സൂര്യവംശി വന്നതിന് ശേഷമാണ് രാജസ്ഥാൻ ബാറ്റിംഗിൽ മുന്നോട്ട് വന്നത്. താരം മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്. ഒരുവിധം എല്ലാ മാച്ചിലും സൂര്യവംശി നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത IPL-ൽ രാജസ്ഥാൻ ടീമിനെ നല്ല രീതിയിൽ തിരിച്ചു വരാൻ സാധിക്കും. സൂര്യവംശി അവരുടെ ഓപ്പണറായിട്ട് ടീമിലുണ്ടായിരിക്കും. അവസാന നിമിഷമെങ്കിലും സഞ്ജു നന്നായിട്ട് കളിച്ചിരിക്കുകയാണ്. സഞ്ജുവിനെ പരിക്കുള്ളതുകൊണ്ടാണ് ഇപ്രാവശ്യം മികച്ച കളി കാഴ്ചവെക്കാൻ സാധിക്കാത്തത്. എന്തായാലും CSK തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.